കുരങ്ങേ, വഴിയിൽ നിന്ന് മാറിക്കിടക്കും വേഗം. വഴിയിൽ നിന്ന് മാറിക്കിടക്കാൻ. ഞാനൊരു വൃദ്ധവാണ്, നടക്കാൻ നിവൃത്തിയില്ലാണ്ട് ഇവിടെ വിശ്രമിക്കും. വഴിയിൽ വന്ന് കിടന്നാൽ വഴി നടക്കുന്നവർക്ക് ശല്യമാണെന്ന് അറിഞ്ഞുകൂടെ? മാറിക്കിടക്കും. വഴി നടക്കുന്നവർ മാറി നടന്നാലും അറിയല്ലോ. എന്ത് മാറി നടക്കാനും? വൃദ്ധവാനര, ഞാൻ ആരെന്നറിയാമോ? ആരായാലും വഴി അല്പം വളഞ്ഞു പോകാമല്ലോ. നേർവഴി മാത്രം നടന്ന് ശീലിച്ചവനാണ് ഞാൻ. വഴിമധ്യേ വിഘ്നമുണ്ടായാൽ മാറിപ്പോകാതെ പറ്റും. എന്തു പറഞ്ഞു? മുതുകുരങ്ങെ, നേരിടുന്ന തടസ്സങ്ങളെ തല്ലി തകർത്ത് നേരെ പോകാൻ കെൽപ്പുള്ളവനാണ് ഈ ഭീമൻ. ഞാൻ ആരെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. വീരവാദം മുഴക്കുന്ന ജളനാണെന്ന് മനസ്സിലായി. ഈ മാരുതപുത്രനെ അധിക്ഷേപിക്കുന്നു. നിന്റെ ഒറ്റയടിക്ക് യമലോകത്ത് അയക്കേണ്ടതാണ്. പക്ഷേ നിന്റെ വർഗത്തിൽ പിറന്ന മഹാശക്തനായ ഒരു ജ്യേഷ്ഠൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. മര്യാദയ്ക്ക് മാറിക്കിടക്കും. എനിക്ക് അനങ്ങാൻ നിവൃത്തിയില്ലെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ. അല്പം വഴിമാറിപ്പോകരുത്. സാധ്യമല്ല. ദ്രൗപദിയുടെ ആഗ്രഹമനുസരിച്ച് കല്യാണ സൗഗന്ധിക പുഷ്പം തേടി പോകുന്ന ഞാൻ വെറും ഒരു വൃദ്ധവാനരന്റെ വാല് കണ്ട് മാറിപ്പോകാൻ ഒരുക്കമല്ല. ഓഹോ, ഒരു പെണ്ണിന്റെ കൊതി തീർക്കാൻ വന്നതാണ്. എന്നാൽ ഒന്നിച്ച് ആ ശക്തിയേറിയ ഗത കൊണ്ട് എന്റെ വാല് വഴിയിൽ നിന്നും മാറ്റിയിട്ടിട്ട് പോയിക്കോ. ശരി, നിന്റെ വാശി തന്നെ നടക്കട്ടെ. പക്ഷേ എന്റെ ഗത നിന്റെ വാലിൽ തട്ടി അത് ചതഞ്ഞു പോയാൽ എന്നെ പഴിക്കരുത്. എന്റെ വാലാണോ നിന്റെ കൈയാണോ ചവഞ്ഞത്? അങ്ങാരെ അതിശക്തനെന്ന എന്റെ അഹങ്കാരം അരക്ഷണം കൊണ്ട് അവസാനിപ്പിച്ച മഹാശക്തനായ അവിടുന്ന് ആരാണെന്ന് പറയൂ. മധയ, ഇനിയും മനസ്സിലായി. ജ്യേഷ്ഠനെ കണ്ടാൽ തിരിച്ചറിയാത്ത വിദ്യയാണോ പ്രകോദരൻ? ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ഈ അനുജന്റെ അപരാധം പുറത്ത് അനുഗ്രഹിച്ചാലും